എല്ലാവർക്കും ഉപാസന മീഡിയയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഞാനിന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് സന്താന സൗഭാഗ്യത്തിനു വേണ്ടി ചില പൂർവികർ പുരാതനമായിട്ട് ചില പരിഹാരങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുള്ള പരിഹാരങ്ങൾ ഗ്രന്ഥങ്ങളിലും പുസ്തകങ്ങളിലും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് പ്രകാരമാണ് ഞാനിവിടെ ഈ വർഷങ്ങളായിട്ട് വിവാഹമൊക്കെ കഴിച്ച് സന്താനങ്ങളില്ലാത്തവർക്ക് അല്ലെ സന്താന ദുരിതം വന്നു ഭവിച്ചവർക്കൊക്കെ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. വിശ്വാസമുള്ളവർക്കും ചെയ്യാൻ താല്പര്യമുള്ളവർക്കുമൊക്കെ ഇത് സ്വീകരിക്കാം, അല്ലാത്തവർക്കിത് വിടാം, ചെയ്യേണ്ട കാര്യമില്ല. എന്നുവെച്ചാൽ വിശ്വാസികൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഇത് കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ സന്താന സൗഭാഗ്യത്തിന് ചില വഴിപാടുകൾ പറയുന്നതിൽ തഞ്ചാവൂരിലെ തിരുകരിക്കാവൂർ എന്ന് പറയുന്ന ക്ഷേത്രത്തിലെ ഗർഭരക്ഷാംബികയ്ക്കും മുല്ലൈവന നാഥർക്കും വഴിപാടുകൾ ചെയ്യുന്നത് പുരാതനമായിട്ട് പറഞ്ഞു വരുന്നുണ്ട്. ഇങ്ങനത്തെ ഈ വഴിപാടുകൾ അപ്പോൾ അവിടെ ചെയ്താൽ ഫലം കിട്ടുമെന്ന് പറയുന്നുണ്ട്. പിന്നെ കൊല്ലം പെരുമൺ ഭദ്രകാളി ക്ഷേത്രത്തിൽ മീനമാസത്തിലെ തിരുവാതിര നാളിൽ പിള്ളവയ്പ്പെന്ന് പറയുന്ന ഒരു വഴിപാടുണ്ട്. അവിടെ ഈ വഴിപാട് ചെയ്താലും ഫലപ്രാപ്തി ഉണ്ടെന്ന് ധാരാളം ആൾക്കാർ പറഞ്ഞതും പ്രകാരമാണ് ഇത് ഈ പുസ്തകങ്ങളിലൊക്കെ എഴുതി വന്നിരിക്കുന്നത്. പിന്നെ ഒന്ന് പത്തനംതിട്ടയിലെ ഇണ്ടിയളപ്പൻ ക്ഷേത്രത്തിൽ ശില്പങ്ങൾ വഴിപാടായിട്ട് നൽകിയാൽ, നേർച്ച ചെയ്താൽ, വഴിപാടായിട്ടൊക്കെ സമർപ്പിച്ചാൽ ഫലപ്രാപ്തി പറയുന്നുണ്ട്. അടുത്തത് തലയോലപ്പറമ്പിലെ പുണ്ടരീകപുരം ക്ഷേത്രത്തിൽ ഗരുഡ വഴിപാട് പറയുന്നുണ്ട്, അതിനും ഫലപ്രാപ്തി പറയുന്നുണ്ട്. പിന്നൊന്ന് പറയുന്നത് ആറ്റിങ്ങലെ അവനവഞ്ചേരി ക്ഷേത്രത്തിൽ കളിമൺ ശില്പം സമർപ്പിക്കൽ ഒരു വഴിപാട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ കളിമൺ ശില്പം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കുട്ടികളുടെ തന്നെ ആയിരിക്കും, കുട്ടികൾക്ക് വേണ്ടി കുട്ടികളുടെ തന്നെ സമർപ്പിക്കുകയായിരിക്കും ഉത്തമം. പിന്നുള്ളത് തമിഴ്നാട്ടിൽ പെരിയാറിലെ ഭവാനി സംഗമേശ്വര ക്ഷേത്രത്തിലെ അമൃതകുട പ്രദക്ഷിണ വഴിപാട് പറയുന്നുണ്ട്. പിന്നെ ഹരിപ്പാട്, അത് പിന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഹരിപ്പാട് മണ്ണാർശാല ക്ഷേത്രത്തിൽ ഉരുളി കമിഴ്ത്തെന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട്, ഒരു വഴിപാടുണ്ട് അവിടെ. പിന്നെ തെക്കൻ കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും അതിർത്തി ഗ്രാമമായ പാറശാലയിൽ നിന്നും ഏകദേശം 64 കിലോമീറ്റർ അകലെയുള്ള കൊല്ലങ്കോട് ദേവീക്ഷേത്രത്തിൽ പിള്ളത്തൂക്ക് എന്നൊരു വഴിപാട് പറയുന്നുണ്ട്. പിന്നുള്ളത് തേവലക്കര തെക്കൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ അഷ്ടമി രോഹിണി ദിവസം വഴിപാടുകൾ നടത്താൻ ഫലപ്രാപ്തി പറയുന്നുണ്ട്. പിന്നൊന്നുള്ളത് കൊല്ലം കൊറ്റംകുളങ്ങര ദേവീക്ഷേത്രത്തിലെ ചമയവിളക്ക് എടുക്കൽ നേർച്ച പറയുന്നുണ്ട്. പിന്നെ അടുത്തത് ആലപ്പുഴ ഏവൂർ കൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും 2 ഫർലോങ് വടക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന അതിപുരാതന ദേവീക്ഷേത്രമായ കണ്ണപ്പിള്ളിയിൽ ദേവിയാണ് അവിടെ ഉപദേവതാ സങ്കല്പത്തിലുള്ള കാക്കാത്തി അമ്മയ്ക്ക് പളുങ്കുമാല, നേര്യത്, മഞ്ഞമുണ്ട്, താമ്പൂലം, കരിവള എന്നിവ വഴിപാട് ചെയ്താൽ ഫലപ്രാപ്തി പറയുന്നുണ്ട്. അടുത്തത് ഗുരുവായൂർ കൃഷ്ണാഷ്ടമി ദിവസം അവതാര വഴിപാടൊക്കെ കഴിച്ചാൽ ഫലപ്രാപ്തി ധാരാളം ആൾക്കാർക്ക് കിട്ടിയതായിട്ട് അറിവുണ്ട്. പിന്നുള്ളതൊന്ന് മലപ്പുറം ജില്ലയിലുള്ള കാടാമ്പുഴ ഭഗവതി ക്ഷേത്രത്തിൽ മുട്ടറുക്കൽ എന്നൊരു വിശിഷ്ടമായ വഴിപാടുണ്ട്, അതും എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് കഴിഞ്ഞാൽ പിന്നുള്ളത് തമിഴ്നാട്ടിലെ രാമനാഥപുരം ജില്ലയിലെ ഒരിയൂരിൽ ചെമ്മൺ ശീലർ വിശുദ്ധ അരുളാനന്ദൻ എന്ന ക്രിസ്തീയ പള്ളിയിൽ പെരുന്നാളിന് തെങ്ങിൻ തൈകൾ നേർച്ചയായി നൽകിയാൽ ഫലപ്രാപ്തി പറയുന്നുണ്ട്. പിന്നൊന്നുള്ളത് തഞ്ചാവൂരിലെ പ്രസിദ്ധമായ നാഗൂർ പള്ളിയിലും കേരളത്തിൽ തിരുവനന്തപുരത്തെ ഭീമാ പള്ളിയിലും ആറ്റിങ്കലിനടുത്ത കടുവാപ്പള്ളിയിലും സന്താന ലബ്ധിക്കായി നേർച്ചകൾ പറയുന്നുണ്ട്. തമിഴ്നാട്ടിലെ വേളാങ്കണ്ണി മാതാവിൻ്റെ പള്ളിയിലും കേരളത്തിൽ തിരുവനന്തപുരത്തെ വെട്ടുകാട് ക്രിസ്തുരാജ പള്ളിയിലും നേർച്ചകൾ നേരുന്നത്
പ്രാപ്തിക്ക് വേണ്ടി നല്ലതാണ്. പിന്നെ സ്ത്രീകളുടെ ശബരിമലയായ തിരുവനന്തപുരത്ത് ആറ്റുകാൽ ദേവീക്ഷേത്രത്തിൽ പൊങ്കാലയിടുന്നതും സന്താനപ്രാപ്തിക്ക് ഗുണമായിട്ട് കണ്ടുവരുന്നുണ്ട്. പിന്നെ നാഗദോഷമുള്ള ആൾക്കാർക്ക് പൊതുവെ സന്താന ദുരിതങ്ങൾ പറയുന്നുണ്ട്. നമ്മുടെ ജ്യോതിഷത്തിലും താന്ത്രികത്തിലും വിധിയിലും ഒക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ അത് നാഗദോഷമുള്ളവർ 9 ആഴ്ചത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം തിരുനാഗേശ്വരം അല്ലെങ്കിൽ കാളഹസ്തി ക്ഷേത്രത്തിൽ ചെന്ന് അർച്ചന നടത്തുക എന്നിങ്ങനെ വിവിധ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ദോഷം നീക്കി പുത്രഭാഗ്യം കൈവരിക്കാവുന്നതാണെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഫലപ്രാപ്തി പലർക്കും അനുഭവത്തിൽ വന്നിട്ട് ഉള്ളതുകൊണ്ടാണ് ഞാനിതിവിടെ പറഞ്ഞത് അല്ലെങ്കിൽ പറയുന്നത്. ഇപ്പോൾ എല്ലാവർക്കും ആവശ്യമുള്ളവരല്ല ഇത് സ്വീകരിക്കുക. ആവശ്യമുള്ളവർക്ക് അതാത് അവനവൻ്റെ താമസിക്കുന്ന സ്ഥലത്തിന് അടുത്തുള്ളത് ഏതാണോ അതിൽ അവർക്ക് ചെയ്യാൻ വേണ്ടി താല്പര്യമുള്ളവർക്ക് ചെയ്യുക. അതിൻ്റെ ഫലസിദ്ധി ഉണ്ടാവും. നമ്മളെല്ലാം ഈശ്വരനിൽ അർപ്പിച്ച് വിശ്വാസത്തോടുകൂടി നമ്മൾ എന്ത് ചെയ്താലും നല്ല മനസ്സോടുകൂടി ചെയ്യണം, അത്രയേ ഉള്ളൂ. നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ട് ചെയ്തിട്ട് കാര്യമില്ല. പക്ഷേ നമ്മൾ സ്വയം നമുക്ക് വന്നു ഭവിച്ചിരിക്കുന്ന ദുരിതങ്ങൾ, സന്താന ദുരിതങ്ങളൊക്കെ മാറാനായിട്ട് നമ്മൾ ഇങ്ങനെ നമ്മുടെ പൂർവികരായിട്ട് പുരാതന കാലം മുതലേ നടന്നു വരുന്ന വഴിപാടുകളൊക്കെ ആയതുകൊണ്ടാണ് നമ്മളിതിലൂടെ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരിയും ഹരിയും ഹരിയും.